അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കുന്നു. ഇന്ന് നിങ്ങൾ പോകാനിടയ്ക്കുന്ന ദിക്കുകൾ, ഇന്ന് നിങ്ങൾ സംസാരിക്കാനിരിക്കുന്ന വ്യക്തികൾ, ഇന്ന് നിങ്ങൾ കയറി ഇറങ്ങുന്ന ഓഫീസുകൾ, ഇന്ന് കയറി ഇറങ്ങുന്ന സ്ഥാപനങ്ങൾ, നിങ്ങൾ ഒപ്പിടേണ്ട പേപ്പറുകൾ, കൊണ്ടുപോകേണ്ട രേഖകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ആശുപത്രിയിൽ കിടക്കുന്നവരെ എത്രയും വേഗം തിരികെ വരുന്നതിന് വേണ്ടിയും രോഗം കണ്ടുപിടിക്കാത്തവർക്ക് എത്രയും വേഗം രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കർത്താവ് ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ വർഷങ്ങളോളം വർഷങ്ങളായിട്ടും മക്കളില്ലാതെ വേദനിക്കുന്നവരെയും ഉള്ള മക്കൾക്ക് എപ്പിലെപ്സിയും അതുപോലെ തന്നെ രോഗങ്ങളും ഹൈപ്പർ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഓരോരോ ഓട്ടിസം പോലുള്ള രോഗങ്ങളൊക്കെ വന്നിട്ടുള്ള
അവരുടെ ആ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കർത്താവിൻ്റെ കാരുണ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതിനെ വളർത്തുന്ന അമ്മമാർ കർത്താവിൻ്റെ നാമത്തിൽ അത് അതിജീവിക്കാനുള്ള കൃപയും ശക്തിയൊക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ഓരോരുത്തരും അപേക്ഷ പൂരിപ്പിക്കുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്, വൈവ എഴുതുന്നവരുണ്ട്, ഡോക്ടറിൻ്റെ തീസ് ഒരുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഓരോരോ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, ഭവനരഹിതർ, സ്ഥലമില്ലാത്തവർ, സ്ഥലം പൊക്കുവരെ ചെയ്യാത്തവർ, പകടമ്പടി ചെയ്യാത്തവർ, സ്ഥലത്തെപ്പറ്റി കേസുകളുള്ളവർ, കരഭൂമികൾ, അതുപോലെ തന്നെ പാടശേഖരങ്ങൾ കരഭൂമിയാക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്ത എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒത്തുതീർപ്പിന് പോകേണ്ടവർ, ചർച്ചയ്ക്ക് പോകുന്നവർ, സമാധാനം എത്തിക്കേണ്ടവർ, അവർക്കെല്ലാം പരിശുദ്ധാത്മാവിടെ കൂടെ വരികയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിദൂര യാത്രക്കാരെയും ഹ്രസ്വ യാത്രക്കാരെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നയിക്കും. ആമേൻ. മർക്കോസ് 9:23 യേശു പറഞ്ഞു കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. എല്ലാം സാധിക്കുന്ന അനുഭവിക്കുന്നത് രണ്ടും രണ്ടാണ്. സിറിയ സൈന്യവും ഇസ്രായേൽക്കാരുമായുള്ള യുദ്ധമാണ്. 2 രാജാക്കന്മാർ 7 അതായത് 7 എൻ്റെ യുദ്ധം നയിക്കേണ്ട സൈന്യാധിപൻ ഭയങ്കര നിരാശയാണ്. അയാൾ പറയണത് ദൈവം തന്നെയാണ് ഈ യുദ്ധവിപത്ത് ഉണ്ടാക്കിയത്, പിന്നെ ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് സഹായം ചോദിക്കണമെന്ന്. 2 രാജാക്കന്മാർ 6:33 അവൻ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ രാജാവ് വന്ന് അവനോട് പറഞ്ഞു ഈ ദുരിതം കർത്താവ് വരുത്തിയതാണ്. ഞാനിനി എന്തിന് കർത്താവിന്റെ സഹായം കാത്തിരിക്കണം. കണ്ട, നിരാശയായി. ആർക്ക്? യൂദയ രാജാവ് ഇസ്രായേൽ രാജാവിന് നിരാശയായി. കാര്യം ദൈവം തന്നെ ഇത് വരുത്തി വെച്ചതാണെന്നാണ് പുള്ളി പറയണത്. ദൈവകോപമാണ്. പക്ഷെ നമ്മൾ ദൈവകോപമാണെന്ന് പറഞ്ഞ സംഭവം ഒന്നും ദൈവം വരുത്തി വെച്ചതാകത്തില്ല. അത് നമ്മുടെ കഴിവുകേട് കൊണ്ടും നിരാശ കൊണ്ടും നിർജീവമായതുകൊണ്ടും നമ്മളങ്ങനെ പറയണതാണ്. പക്ഷെ അപ്പോഴേ പ്രത്യാശയായിട്ട് ആര് വരും? പ്രത്യാശനെ കൊണ്ട് എലീഷ വരും. അവിടെ പ്രവാചകൻ 2 രാജാക്കന്മാർ 7:1 എലീഷ പറഞ്ഞു കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. അവിടുന്ന് അരുളി ചെയ്യുന്നു നാളെ ഈ നേരത്ത് സമരിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് 1 ശെക്കലിനും 2 അളവ് ബാർലി 1 ശെക്കലിനും വിൽക്കപ്പെടും. 1 ശെക്കലിലോ 10 ശെക്കൽ കൊടുത്താലേ കിട്ടത്തില്ല. 10 ശെക്കൽ കൊടുക്കേണ്ട കാര്യങ്ങൾ 1 ശെക്കലിന് നാളെ കിട്ടുമെന്ന്, വില കുറയുമെന്ന് സാധനങ്ങൾക്ക്. ഇപ്പം പട്ടിണി കിടന്ന് കിരുന്നാറി ഭക്ഷണം കണ്ടിട്ട് മാസങ്ങളായ ആൾക്കാരുടെ ഇത് പറയണത്. അപ്പം അങ്ങനെ സൂചിപ്പിക്കേണ്ട കാര്യമില്ല. ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. അയാൾ പിടിച്ചുനിൽപ്പിന് വേണ്ടി അയാളെ പറ്റിപ്പിഴപ്പാണ് പ്രവചനം. അതുകൊണ്ട് അയാൾ പ്രവചിക്കുകയാണെന്നുള്ള രീതിയിൽ ദൈവനിഷേധമാണ് പറയാൻ പോണത് ഈ കൂടെ നിൽക്കുന്ന ആള്. 2 രാജാക്കന്മാർ 7:2 വായിച്ചേ. രാജാവ് പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. അതായത് ഇവിടുത്തെ രാജാവ് പോലും ദൈവത്തിനെ ചാരി നിൽക്കേണ്ട ആളാണ്. ഇപ്പം എന്ത് പറ്റി? മസിൽ പവർ ഉള്ളവനെ ചാരി നിൽക്കുകയാണ് രാജാവ്. ദൈവത്തെ മാറ്റിയായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ കർത്താവിൻ്റെ സഹായം എന്തിനാണ് അന്വേഷിക്കണത്? കർത്താവല്ലേ ഇത് വരുത്തി വെച്ചത്, ഈ യുദ്ധം, ഇവരുടെ ഭീഷണി. അപ്പോൾ ഞാൻ എന്താ പ്രാർത്ഥിക്കണത്? ഞാനെന്തിനാണ് ഉപവസിക്കണത്? ഞാൻ എന്തിനാണ് കുർബാനയ്ക്ക് പോണത്? ഇങ്ങനെയൊക്കെയുള്ള നിലപാടില്ലേ? അപ്പം സങ്കടങ്ങൾ വരുമ്പോൾ അതെല്ലാം കർത്താവിൻ്റെ പെടലേക്ക് കെട്ടിവെച്ചിട്ട് അയാൾ എന്ത് ചെയ്യും? രാജാവ് പടനായകൻ്റെ ചുമലിൽ ചാടിയേക്കുക. അയാളെ കയ്യിലാണ് പടയാളികളുള്ള. അയാൾ യുദ്ധം ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇവനാണ് ദൈവം എന്ന രീതിയിലാണ് വരണത്. രാജാവ് പടനായകൻ്റെ. നമ്മൾക്കും അങ്ങനെ ഉണ്ടേ. നമ്മളെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് പണം തരണത് ആരാണ്? ജോലി തരണത് ആരാണ്? അത് ഞായറാഴ്ച കുർബാന മുടക്കി ജോലിക്ക് വരണമെന്ന് പറഞ്ഞാലും നമ്മൾ പോയി അവൻ്റെ കാല് നക്കിക്കൊണ്ട് അവന് ജോലി. അപ്പം പെണ്ണുമ്പോൾ വിളിച്ച് പറയും, എടോ
നമുക്ക് നാളെയും കാണാം. മനുഷ്യന് ഞാനും മക്കളും ജീവിക്കണ്ടേന്ന് ചോദിക്കും. മക്കളുടെ കാര്യം പറഞ്ഞ് ഇവർ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള കക്ഷികളെല്ലാം പതുക്കെ അത് പ്രലോഭനമാണെന്ന് പറയണേ. പക്ഷേ പ്രലോഭനം ഉണ്ടാകും, ചിലർക്ക് വീഴും. അത് വീഴ്ത്താനല്ല, കർത്താവ് ഒട്ടകാലിൽ വീഴ്ത്തനാണ് നിന്നിട്ട് കാര്യമില്ലാതെ കൊണ്ടാണ്. ചില ആൾക്കാർ ഈശോ പറഞ്ഞില്ലേ പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയണേ. എൻ്റെ കാര്യം എന്താണ്? ചില അണ്ണന്മാർ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പണി കൊടുത്തുകൊണ്ട് നിൽക്കുകയായിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ആൾക്കാരുടെ ജനപ്പരപ്പം കാണുമ്പോൾ ഇത് മൊത്തം ദൈവത്തിൻ്റെ ആണെന്ന്? അങ്ങനെയൊന്നുമല്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ചെറിയ രാജ്യങ്ങളുമായി ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് ദിവസമാകുന്നു. അതെങ്ങനെയാണ് ഈ ഫിൽട്ടറിങ് കൊണ്ടാണത്? ഈ ഫിൽട്ടറിങ് ഇതുപോലെയുണ്ട്. രാജാവിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ ഇപ്പം? അയാൾ ദൈവത്തെ കാണുന്ന ആരെയാണ്? പടനായകനെയാണ്. അപ്പോൾ പടനായകൻ ഉടനെ കോമഡി അടിച്ച് രാജാവിന് സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ദൈവത്തിൻ്റെ കാര്യം പറയുന്ന ആളെ കുറ്റപ്പെടുത്തും. വാമൂടറാന്ന് പറയല്ലേ. അതിന് പകരം ഈ എലീഷായോട് ഈ പടനായകനും രാജാവും ഒത്തുകൊണ്ട് എലീഷയ്ക്ക് പണി കൊടുക്കണം കാണാം. വായിച്ചത് പടനായകൻ എന്താ പറയണത്? പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു. പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ? നടക്കത്തില്ല. കാര്യം ആകാശമാണ് കർത്താവാണെന്നൊക്കെ എല്ലാം പുള്ളിക്ക് അറിയാമെങ്കിലും അതൊന്നും നടക്കണ കാര്യമല്ല ഇതെന്നാണ് പുള്ളി പറയണത്. അപ്പോൾ അതാണ് ഒരു കേവല വിശ്വാസം എന്ന് പറയണത്. അതൊക്കെ വിശ്വാസമുണ്ട്, പക്ഷേ ആ വിശ്വാസം കർത്താവ് പറഞ്ഞില്ലേ വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ് എന്നതൊക്കെ വിശ്വസിക്കുക. ഇയാൾ അതുപോലും ദൈവത്തിൻ്റെ സാധ്യതയെപ്പോലും ഇയാൾ ചോദ്യം ചെയ്യുന്ന ആളാണ് ഈ പടനായകൻ. പക്ഷേ നീ അത്രയൊന്നും കയറി പറയണ്ട. പ്രവാചകൻ എന്താ പറയണത്? നീ അത്ര കയറി പറയണ്ട, ഈ സംഭവം നടന്നിരിക്കും, പക്ഷെ അനുഭവിക്കാൻ നീ ഉണ്ടാകത്തില്ലെന്ന് പറയും. അത് വായിച്ച 2 രാജാക്കന്മാർ 7:2 എലീശാ പ്രചോദിച്ചു, നീ സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് കാണും. നീ സ്വന്തം കണ്ണുകൊണ്ട് കാണും, എന്നാൽ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല. മോസസിനെ പറ്റിയ ഒരു അടിപ്പം പോലെ. മോസസ് വാഗ്ദാന നാട് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട്, പക്ഷെ കയറാൻ പറ്റിയില്ല. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഫെബ്രുവരി 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യമാണത്. ഉണ്ട്, പക്ഷെ ആ ഉള്ളത് കൊണ്ട് ഉണ്ണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് വേറെ ടോക്കൺ കൊടുക്കണം. മനസ്സിലായില്ലേ? വിശ്വാസത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് വരികയാണല്ലോ ഇത്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്, അതാണ് സംഭവം. അപ്പം വിശ്വാസം പ്രത്യാശ ഒന്നല്ല. പ്രത്യാശ എന്നവനെ കാണാം, നമുക്ക് ബോധ്യമുണ്ട്, പക്ഷെ അത് നമ്മുടെ ഈ കിട്ടണ തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് എലീശ പടനായകനോട് പറയണത്. നീ അത് കാണും, പക്ഷെ ഒരു മണി പോലും അത് നിനക്ക് കിട്ടത്തില്ല. എന്താ കാര്യം? പിറ്റേ ദിവസം കർത്താവ് ഒരു മുളക്കം മുളിക്കും. പടനായകൻ്റെ ചണാച്ചണ സ്വരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽക്കാർ ഓടിക്കളയും. അപ്പോൾ ഇസ്രായേൽക്കാർ കയറി അവരുടെ സംഭരിച്ച് വെച്ചിരിക്കുന്ന എല്ലാം എടുക്കും, എന്നിട്ട് പാപ്പടമൊക്കെ എല്ലാം കൊടുക്കും. പക്ഷേ ഈ ഇസ്രായേൽക്കാർ ഗേറ്റിങ്ങെ കാവൽ നിർത്തിക്കൊണ്ട് ഇവരെ അകത്ത് കയറുന്ന കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിർത്തിയ പടനായകനെയാണ്. പടനായകന് ജനം തട്ടിപ്പറിച്ചിട്ട് അറിഞ്ഞില്ല പടനായകനാണ്. ഈ ബഹളവും കണ്ട് ആൾക്കാർ കളങ്കാരിയാക്കി പോയി കഴിഞ്ഞപ്പോൾ ഉണ്ട് പുള്ളി മണ്ണോട് മണ്ണ് ചേർന്ന് കിടക്കണം. അതാണ് വിശ്വസിക്കാൻ നമുക്ക്. പക്ഷേ അത് കിട്ടുക എന്നുള്ളത് വേറെയാണ്. കർത്താവ് കിളിവാതിൽ തുറന്ന് വന്നാൽ പോലും ഇത് സംഭവിക്കുമോ എന്ന് പുള്ളി വിചാരിച്ചവനാണ്. അതാണ് നീ കാണും അത് കർത്താവ് ചെയ്യണത്, പക്ഷേ ഒരു മണി പോലും നിനക്ക് കിട്ടത്തില്ലെന്ന് പറയും. അപ്പോഴെന്ന് വെച്ചാൽ വിശ്വസിക്കണ ഒന്നാണ്, അനുഭവിക്കണ വേറെയാണ്. എല്ലാം സാധ്യമാണ്, വിശ്വസിക്കുന്നതിന് എല്ലാം സാധ്യമാണെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഇത്തിരി പണിയെടുക്കും. അത് നമുക്ക് അടുത്ത ടോക്കൺ കൊടുക്കേണ്ടി വരും. അതാണ് പ്രത്യാശ, സെക്കൻഡ് ടോക്കൺ. പ്രത്യാശ എന്താണ്? പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല. രാജാവിനെ നിരാശയാക്കി, വിശ്വാസം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കർത്താവെന്നറിയാം, രാജാവിന് വിശ്വാസമുണ്ട്, പക്ഷെ പ്രത്യാശയില്ല. അതുകൊണ്ട് ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? കാണപ്പെടാത്തത് ഉണ്ടെന്ന് ഉറപ്പും
ഉറപ്പാണ്. ഉറപ്പുള്ളവനെന്ന് വെച്ചാൽ ഉറപ്പുള്ളവനുള്ള ഗുണം എന്താണെന്നറിയാവോ? ആകുമ്പോൾ തൈക്കൊള്ളെല്ലാം വിൽക്കും. ഇപ്പം നിധി കണ്ടെത്തിയ കഥ പറയണില്ലേ? ഈ 13 കഴിഞ്ഞാൽ പിന്നെ നിധിയിലോട്ടാണ് ഉറപ്പുള്ള ആൾക്കാരെ കുറിച്ച് സംസാരിക്കണതാണ്. 13:44 മത്തായിയുടെ സുവിശേഷം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണ്. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അപ്പൊ ഉറപ്പാണതേ. കണ്ടെത്തി കഴിഞ്ഞാൽ ശരി കണ്ടെത്തും, പക്ഷെ കണ്ടെത്തിയത് കിട്ടണമെന്നുണ്ടെങ്കിൽ വിൽക്കണമല്ല, അത് വിൽക്കത്തില്ല അവര്. പ്രത്യാശ ഉള്ളവൻ അത് വിൽക്കും. അതാണ് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. അതാണ് ഇത് തമ്മിൽ കണക്റ്റഡാണ്, ഇന്റർ കണക്റ്റഡാണ്. ചില ആൾക്കാർക്ക് വിശ്വാസം മാത്രമേ ഉള്ളൂ, പ്രത്യാശയിലെന്ന് പറയുമ്പോൾ. അപ്പോൾ അത് കാണപ്പെടാത്ത ഉണ്ട്, പക്ഷേ കണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്ന് വലിയ നിർബന്ധമുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ പ്രത്യാശ വേണം. പ്രത്യാശ വേണമെങ്കിൽ എന്ത്? പ്രത്യാശയെ പ്രൂവും. അതും പ്രത്യാശയും പ്രവൃത്തി മൂലമാണ് സാധൂകരിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? വിശ്വാസം പ്രവൃത്തി മൂലമാണ് സാധൂകരിക്കപ്പെടുന്നത്, പ്രത്യാശയും പ്രവൃത്തി മൂലമാണ് സാധൂകരിക്കപ്പെടുന്നത്. അപ്പോഴാണ് ഈ 60 മേനിയാകണത്. കൊടുത്ത പോയിന്റ് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് നല്ല നിലത്ത് വീണത്? ഇനി പല പല മേനി വരാൻ കാര്യം. അതിൻ്റെ കാര്യം പല പല രീതിയിലുള്ള റേഞ്ചിലാണ് ഇത് അക്സെപ്റ്റ് ചെയ്യണത്. ഓക്കെ അല്ലേ? താങ്ക് യു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് പിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 14ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് തണ്ണീർമുക്കത്തു നിന്നുള്ള രശ്മി എന്ന ഒരു കോളേജ് പ്രൊഫസറിൻ്റെ സാക്ഷ്യമാണ്. മാതാവിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് രശ്മി, ഞാൻ വരുന്നത് തണ്ണീർമുക്കത്തു നിന്നാണ്. ഈ സാക്ഷ്യം ഞാൻ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം കൃപാസനത്തിലെ ദൈവമാതാവ് പീഡിതരുടെ ആശ്വാസമായ ദൈവമാതാവാണ്. നമ്മൾ എല്ലാ ദിവസവും രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു മരിയൻ അപദാനമാണ് പീഡിതരുടെ ആശ്വാസം എന്ന്. ഇപ്രകാരം കഴുത്തിൻ്റെ വേദനയാൽ ബുദ്ധിമുട്ടുന്ന ഒരു കോളേജ് പ്രൊഫസറിൻ്റെ ജീവിതത്തിലേക്ക് ദൈവമാതാവ് ആ മകളുടെ യോഗ്യത നോക്കാതെ സന്ദർശിച്ച് സുഖപ്പെടുത്തിയ വലിയൊരു സാക്ഷ്യാനുഭവമാണ് നമ്മളിന്ന് ഈ ഒരു ലിവിങ് ഓറക്കിൾസിൻ്റെ എപ്പിസോഡിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഫസർ പറയുന്നത് ഇപ്രകാരമാണ്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ഞാൻ മാതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടെ അടുത്താണെങ്കിലും പോലും ഞാൻ വരാറില്ല. അങ്ങനെ ഈ ട്രെയിനിൽ ഒരു അമ്മയും കൊച്ചിനെയും കണ്ടു. അപ്പം ഈ അമ്മ എന്നെ കണ്ടപ്പോൾ തൊട്ട് മാതാവിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കൃപാസന മാതാവിൻ്റെ. അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട്, എനിക്കൊരു പരിചയമില്ല, ഇവരെന്താണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അവരെന്നെ നോക്കി കൃപാസന മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും അവർക്ക് സാധിച്ച കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. പിന്നെ ഇവരുടെ സ്ഥലം ചോദിക്കുന്നുണ്ടെങ്കിലും ഇവർ സ്ഥലം കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം ഇവർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാം, പക്ഷേ എനിക്കൊരു ഉറപ്പ് തരണം, ഈ പെയിൻ മാറിയ ഉടനെ തന്നെ മാതാവിൻ്റെ അടുത്ത് പോകുമെന്ന്. ഈ അമ്മയും കുഞ്ഞും ഉള്ള ആ 2 വ്യക്തികൾ ഈ അമ്മ ഈ കോളേജ് പ്രൊഫസറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ പ്രൊഫസർ രശ്മി ഇതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ മകള് ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ദൈവസ്നേഹത്താൽ ആഴപ്പെടാത്തത് കൊണ്ട് ഈ മകൾ ആദ്യം ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഈ 2-3 മാസമായിട്ട് ഒരു മാറാത്തൊരു പെയിൻ എങ്ങനെയാണ് പുള്ളിക്കാരി പറയുന്ന ഉടനെ മാറുന്നത്. പക്ഷേ കൃപാസനത്തിലെ മാതാവ് നിങ്ങൾക്കറിയാവുന്ന പോലെ സഞ്ചാരി മാതാവാണ്. ഒപ്പം തന്നെ സമയത്തിൻ്റെ മേൽ വലിയ മധ്യസ്ഥ സ്വാധീനമുള്ള ദൈവമാതാവാണ്. ഈ അമ്മ ഈ രശ്മിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ, അപ്പം എനിക്ക് കൂടെ എൻ്റെ ഫാക്കൽറ്റീസ് ഉണ്ട്, ഞാൻ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ഇവരൊക്കെ അത്ര വിശ്വസിക്കുന്ന ആൾക്കാരല്ല.
അപ്പോൾ ഇവരത്ര മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്നെയും വഴക്കിടുന്നുണ്ട്, എന്തിനാ ഇങ്ങനെയൊക്കെ സ്ട്രേഞ്ചേഴ്സായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ദോഷം വന്നില്ലല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പെഡലി ഫുള്ളും മൂവ് ചെയ്യാൻ ഇങ്ങോട്ടും അങ്ങോട്ടും പറ്റുന്നു. അപ്പം ഞാനിത് താങ്ക് യു പറയാൻ വേണ്ടി ആ ലേഡിയോട് നോക്കിയപ്പോൾ ആ ലേഡീനെയും കാണുന്നില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് ഒരു അമ്മയും കുഞ്ഞും ആയിരുന്നില്ല, അത് ദൈവമാതാവ് തന്നെയായിരുന്നു. കാരണം ഇവരോട് സ്ഥലം ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ സ്വർഗം സന്ദർശിക്കാൻ തിരുമനസ്സായ ഒരു മകളുടെ സാക്ഷ്യമാണിത്. തുടർന്ന് വലിയ ദൈവിക അനുഭവം ഉണ്ടായപ്പോൾ ഈ അമ്മയും കുഞ്ഞും വന്നപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ്, ഒരാഴ്ച കഴിയുമ്പോൾ കൃപാസനം സന്ദർശിക്കണം. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മകള് കൃപാസനം സന്ദർശിച്ചില്ല, നേരെ ആ വേദന തിരിച്ചു വന്നു. ഞാൻ ഇത് സാറിനോട് പറഞ്ഞു, എൻ്റെ കൂടെയുള്ള സാർ ചോദിച്ചു ഇപ്പോൾ കഴുത്ത് പെട്ടെന്ന് അനക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അനക്കാൻ പറ്റുന്നുണ്ട്. ആ ലേഡി പറഞ്ഞ പോലെ എനിക്കത് മാറി. അത് കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വന്നു, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞത് ഞാൻ കൃപാസനത്തിൽ പോകണമെന്ന്. അപ്പോൾ എനിക്ക് ആ ഒരാഴ്ച കഴിഞ്ഞപ്പം പിന്നെയും എനിക്ക് വരാൻ പറ്റിയില്ല, കൃപാസനം വരാൻ പറ്റിയില്ല. ഉടനെ ആ നെക്ക് പെയിൻ തിരിച്ചു വന്നു. കാരണം അവർ പറഞ്ഞ ആ ദിവസം എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ ക്ഷമ പറഞ്ഞ് കൃപാസനം സന്ദർശിച്ചു. ഉടനെ തന്നെ വീണ്ടും ആ കഴുത്ത് വേദന, തിരിച്ചു വന്ന കഴുത്ത് വേദന അപ്രത്യക്ഷമാവുകയാണ്. കാരണം MRI അടക്കം ചെയ്ത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മെഡിസിൻ എടുത്തിട്ടും യാതൊരു തീരുമാനം ഉണ്ടാകാതെ 3 മാസം കൊണ്ടു നടന്ന വേദനയാണ് ഒറ്റ മരിയൻ സന്ദർശനത്തിലൂടെ ഈ മകൾക്ക് മാറി കിട്ടിയത്. അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പോകണം, കൃപാസനം പോകണം. ഇങ്ങോട്ട് ഓടി വന്ന ഉടനെ തന്നെ എൻ്റെ ആ പെയിൻ അങ്ങ് പോയി. പിന്നെ ഇതുവരെ ഒരു 2 വർഷമായിട്ട് എനിക്ക് ആ പെയിൻ വന്നിട്ടേ ഇല്ല. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഈ ഒരു വലിയ സൗഖ്യാനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പ്രൊഫസർ പറയുന്ന പ്രകാരമാണ്, ഞാനൊരു ഗ്രേറ്റ് പേഴ്സൺ അല്ല, ഒരുപാട് പാപാവസ്ഥയിൽ ജീവിക്കുന്നതാണ്, പലരോടും ക്ഷമിക്കാനുണ്ട്, ഞാൻ അത്ര വലിയ ഒരു ആളൊന്നുമല്ല. പക്ഷേ പാപിയായ എന്നെ സന്ദർശിക്കുവാൻ ദൈവമാതാവ് വലിയ കരുണ കാണിച്ചു. ഇതാണ് നമ്മുടെ ഈ സാക്ഷ്യത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൃപാസനത്തിൽ നിങ്ങൾ സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, യാതൊരു യോഗ്യതയും നോക്കാതെയാണ് ദൈവമാതാവ് അവർക്ക് അപ്പം നൽകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത ദുരിതങ്ങളെ ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഒരു വലിയ സാക്ഷാത്കാരമാണ് ഈ രശ്മിയുടെ സാക്ഷ്യം. അത് നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്, Ephesians 2:8 തിരുവചനം. വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്, അത് നമ്മൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്, അതുകൊണ്ട് പ്രവൃത്തികൾ മൂലമാണെന്ന് ആരും അഹങ്കരിക്കേണ്ടതില്ല എന്ന് ആ ഒരു വചനത്തിൻ്റെ സാക്ഷാത്കാരമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാം അധ്യായം 16-ാം തിരുവചനം, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. മരിയൻ ഉടമ്പടി എടുക്കാൻ ചില വ്യക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് വലിയ വലിയ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നത്? കാരണം അവർ ഉടമ്പടിയിൽ നിലനിൽക്കുമെന്നും വലിയ വിശ്വസ്തതയിൽ മുന്നേറുമെന്നും ദൈവപിതാവിന് നേരത്തെ അറിയാം. ഈ മകൾക്ക് ഒരുപാട് ബലഹീനതകൾ ഉണ്ടെങ്കിൽ പോലും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്, എന്തോ ഒന്ന് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഏതോ ഒരു എലമെൻ്റ് ഈ മകളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ദൈവം സന്ദർശിക്കുവാൻ, ദൈവമാതാവിനെ വിട്ട് സന്ദർശിക്കുവാൻ തിരുമനസ്സായത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 68-ാം തിരുവചനമാണത്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. സക്കറിയായുടെ പ്രവചന ഗീതത്തിലുള്ളതാണത്. നമ്മുടെയൊക്കെ ഈ ജീവിതത്തിലും ഇതേപോലെ മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സന്ദർശന സാന്നിധ്യ അനുഭവം നമ്മൾ അനുദിനം അനുഭവിക്കുന്നവരാണ്. ലൂക്കായുടെ സുവിശേഷം വ്യക്തമായി വരച്ചു കാട്ടുന്ന ഒരു സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവമാതാവിൻ്റെ എലിസബത്തിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയും എലിസബത്തിനെ കണ്ടുമുട്ടുന്നതും. അവിടെ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാം തിരുവചനം, പരിശുദ്ധ ദൈവമാതാവിൻ്റെ അഭിവാദന സ്വരം ശ്രവിച്ച മാത്രയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. അവളുടെ ഉദരത്തിലുള്ള ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിട്ടാണ് ഈ എലിസബത്തിൻ്റെ വയറ്റിലുള്ള സ്നാപയോഹന്നാൻ ആനന്ദത്താൽ കുതിച്ചു ചാടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ മരിയൻ ഉടമ്പടി വിശ്വസ്താപൂർവം പാലിച്ച്
മുന്നേറിക്കൊള്ളാമെന്ന് നമ്മൾ മരിയൻ ഉടമ്പടി പ്രഖ്യാപനവുമായിട്ട് നമ്മുടെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട സന്നിധാനത്തിൽ നിൽക്കുമ്പോൾ ആ സമയം മുതൽ ദൈവപിതാവിനറിയാം ഈ ഉടമ്പടിയിൽ വിശ്വസ്തയിൽ മുന്നേറുമെന്ന് ഇല്ലയോ എന്ന്. മരിയൻ ഉടമ്പടിയിൽ ഈ ഒരു സന്ദർശനം നമുക്കെല്ലാവർക്കും അങ്ങനെ അനുഭവവേദ്യമാകണമെന്ന് നിർബന്ധമില്ല. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു സന്ദർശനം നമ്മൾക്ക് ത്വരിതപ്പെടുത്താൻ പറ്റും. എങ്ങനെ പറ്റും? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉടമ്പടിയിലെ കാരുണ്യ പ്രേഷിത പ്രവർത്തനങ്ങൾ വച്ചിരിക്കുന്നത്. നമ്മുടെ എണ്ണമറ്റ പാപങ്ങളെ, ബലഹീനതകളെ മറയ്ക്കാൻ പോന്നതാണ് ഈ ഒരു മരിയൻ ഉടമ്പടിയിൽ ഉൾച്ചേർത്തിരിക്കുന്ന കാരുണ്യ പ്രേഷിത പ്രവർത്തനങ്ങൾ. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഇതിന് കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അച്ഛൻ്റെ ധ്യാന പ്രസംഗങ്ങളിൽ നൽകിയിരിക്കുന്ന ഇപ്രകാരമാണ്. അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു പ്രാർത്ഥന ഉണർത്തിക്കുമ്പോൾ, ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ പാപം അത് ദൈവത്തിൻ്റെ മുമ്പിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ പാപത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മറച്ചു പിടിക്കാനുള്ള ഒരു വലിയ ഉപാധിയാണ് നമ്മൾ ചെയ്യുന്ന ഈ ഒരു കാരുണ്യ പ്രേഷിത പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ തീക്ഷ്ണതയോടെ ഈ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക്, മുന്നേറുന്നവർക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ ഇതിൽ തങ്ങളുടെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വലിയ വലിയ ദൈവാനുഭവങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നത്. ഈ ഒരു സാക്ഷ്യത്തിൽ രശ്മി വീണ്ടും പറയുകയുണ്ടായി, പ്രകാരം വലിയൊരു സൗഖ്യാനുഭവം കിട്ടി. പിന്നീട് ആ മകള് PhD അഡ്മിഷന് വേണ്ടിയിട്ട് നാളുകളായിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ പേര് പൈസ ചോദിക്കും, ചിലത് ഗൈഡിന് സ്യൂട്ടാവില്ല. അങ്ങനെ ഈ ഒരു വിഷയം നീണ്ടു പോവുകയാണ്. പക്ഷേ മരിയൻ ഉടമ്പടിയിൽ ഈ വിഷയം സമർപ്പിച്ചു കഴിയുമ്പോൾ ഈ മകളുടെ മെറിറ്റ് നോക്കാതെയാണ് കോയമ്പത്തൂരിൽ നല്ലൊരു നാഷണൽ റാങ്കുള്ള ഒരു കോളേജിൽ ഈ മകൾക്ക് PhD അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ ഒരു അഡ്മിഷൻ കിട്ടിയത്, എൻട്രൻസ് എഴുതി കിട്ടിയത് ഇത്രയും നല്ലൊരു സ്ഥലത്ത്? അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ മാതാവിനോട് ചോദിച്ചു എന്ത് ചെയ്യണം. ഞാൻ അവസാനം ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, ഇനി ഞാൻ ഇതിന് അപ്ലൈ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പം കോയമ്പത്തൂരിൽ എനിക്ക് നല്ലൊരു കോളേജിൽ PhD അഡ്മിഷനായി. അവിടെ എൻട്രൻസ് എഴുതാൻ പറഞ്ഞു മാതാവ്. എൻട്രൻസ് എഴുതി, പേപ്പർ ഭയങ്കര ടഫായിരുന്നു. ഞാൻ ക്വാളിഫൈ ആകുമെന്ന് വിചാരിച്ചില്ല. എന്നെയും കാട്ടി കൂടുതൽ മാർക്കുള്ളവർ റിജക്റ്റായി. എനിക്ക് ആക്സെപ്റ്റൻസ് കിട്ടി. ഒരു നല്ലൊരു NIRF റാങ്കിങ്, ഓൾ ഇന്ത്യയിലുള്ള റാങ്കിങ് ഉള്ള ഒരു കോളേജിലാണ് കിട്ടിയത്. അത് ഉടമ്പടി എടുത്ത് 90 ഡേയ്സ്ക്ക് മുമ്പേ എനിക്ക് കിട്ടി ആ ഒരു അഡ്മിഷൻ. അതിപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ്. കാരണം എല്ലാവരും ചോദിക്കും അതെങ്ങനെ കിട്ടി. അത് എൻ്റെ കഴിവ് കൊണ്ടല്ല. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് മൈ മെറിറ്റ്, ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ മദേഴ്സ് ഗ്രേസ്. മാതാവിൻ്റെ ഒരു ഗ്രേസ് കാരണമാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ ആദ്യം സന്ദർശനമുണ്ടായി, പിന്നെ യോഗ്യത നോക്കാതെ ആ മകളുടെ ജീവിതത്തിലോട്ട് ദൈവപിതാവ് വലിയ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയാൻ തുടങ്ങി. ഈ ഒരു സാക്ഷ്യം പ്രത്യേകമായിട്ട് ഇന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മരിയൻ സന്ദർശനം, അതുമല്ലെങ്കിൽ ദൈവപിതാവിൻ്റെ വലിയൊരു നേരിട്ടുള്ള ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ മത്തായി 12:18 തിരുവചനം അനുസരിച്ച് ആത്മാവ് പ്രസാദിച്ച പ്രിയപ്പെട്ടവരാകാൻ, ആത്മാവ് അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തുന്നവരാകാൻ നമുക്ക് എളിമയുള്ളൊരു ഹൃദയത്തോടെ മുന്നേറാം. പരിശുദ്ധ ദേവമാതാവ് പറയുന്ന പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് അത് എന്താണോ അത് എന്നിൽ നിറവേറട്ടെ എന്ന്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇപ്രകാരം തന്നെയാണ്, എൻ്റെ കഴിവ് കൊണ്ട് ഈ വിഷയം നടക്കില്ല, ദൈവത്തിൻ്റെ കൃപ എന്നിൽ വന്ന് പ്രവർത്തിച്ചാലല്ലാതെ ഈ ഒരു ദുർഘട സാഹചര്യത്തെ എനിക്ക് നീന്തി കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തുന്നു ഈ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ. ആ ഒരു വലിയ നിലപാട് സ്വന്തമാക്കുവാൻ ഈ ഒരു പ്രത്യേക ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ഈ ഒരു രശ്മിയെ സന്ദർശിക്കുവാൻ സ്വർഗം തിരുമനസ്സായ വലിയ പദ്ധതിയോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും ഓരോരോ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ദൈവമാതാവ് നീയെ ഞങ്ങളുടെ ഒരു കരം ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്.
ആ നിമിഷങ്ങളിലെല്ലാം ഈശോയെ സ്വർഗീയ സാന്നിധ്യമായി നിൻ്റെ അമ്മയെ ഞങ്ങൾക്ക് കൂടെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടിയെ ഒരു ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആവേ മരിയ. കർത്താവിനെ മേശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഡോക്ടർ റോസിൻ ജോസഫ്. ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. ഇപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ദുബായിൽ നിന്ന് വെക്കേഷന് വേണ്ടി നാട്ടിൽ വന്നതാണ്. എൻ്റെ വീട് ചാലക്കുടി. ഞാൻ 9/2/2022 ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മോൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അന്ന് ഞാൻ അവൻ്റെ സാക്ഷ്യം ഓൾറെഡി പറഞ്ഞതാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷിയാണ്. ഞാൻ 2011 PG കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ദുബായിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. ജോബിലുണ്ടായിരുന്ന ചില ഇഷ്യൂസ് കൊണ്ട് എനിക്ക് ദുബായിലേക്ക് മാറേണ്ട ഒരു ആവശ്യകത വന്നു. അപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ചത് DHA സ്പെഷ്യലിസ്റ്റ് എക്സാം എങ്ങനെ എഴുതാമെന്നാണ്. അത് വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമാണ്. കാരണം ഞാനൊരു 14 വർഷം കഴിഞ്ഞിട്ടാണ് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സമയവും തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒട്ടും തന്നെ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് എൻ്റെ കാര്യത്തിൽ അന്ന് സംഭവിച്ചത്. കാരണം ഞാനൊരു 10 ദിവസം കഷ്ടിയാണ് പുസ്തകം തുറന്നിട്ടുണ്ടാവുള്ളൂ. അതിനുശേഷം ഞാൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഒരു 3 hours എക്സാമാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, കാശ് രൂപ ഒന്നും അകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന്. എനിക്കത് ഓൾറെഡി അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പോക്കറ്റിലാണ് എൻ്റെ കാശ് രൂപം വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പരീക്ഷാ സെൻറ്ററിൽ കയറി. എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ എക്സാം എഴുതുന്നത്. എനിക്ക് ദുബായിയുടെ ലോസോ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഒരു 1.5 മണിക്കൂർ കൊണ്ട് എൻ്റെ പരീക്ഷ കഴിഞ്ഞു. എനിക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണേന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. 1.5 hours കഴിഞ്ഞു. ഞാൻ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. അപ്പം ഞാൻ DHA സ്പെഷ്യലിസ്റ്റ് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനത് ഉടമ്പടിയിൽ എൻ്റെ 2ാമത്തെ പുതുക്കലിന് ഞാൻ വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു. പിന്നെ എനിക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് അബ്രോഡിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. പഠിച്ചത് ബാംഗ്ലൂർ ആയിരുന്നെങ്കിലും അബ്രോഡിൽ ഫസ്റ്റ് ടൈമാണ്. ദുബായ് പോലെയുള്ളൊരു സിറ്റി ഞാൻ ആദ്യമായിട്ട് പോകുന്നു. എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ, ആരും ഇല്ല അവിടെ ഹെൽപ്പ് ചെയ്യാൻ. പക്ഷേ എനിക്ക് നല്ലൊരു ക്ലിനിക്കിൽ തന്നെ ജോലി കിട്ടി. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻസ്, എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നത് എനിക്ക് അപ്പാർട്ട്മെൻറ്റ് വേണമായിരുന്നു. കാരണം എനിക്ക് മക്കളെ നോക്കാൻ ചേച്ചീനെ കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അവിടുത്തെ നിയമപ്രകാരം 2 bedroom അപ്പാർട്ട്മെൻറ്റ്സ് ഇല്ലാണ്ട് എനിക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് കരാമയിലാണ്. കരാമയിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിന് തന്നെ വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ 2 bedroom അപ്പാർട്ട്മെൻറ്റ് എനിക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമായിരുന്നു. ആ സമയത്താണ് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ആഡ് നോക്കിയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വളരെ ചീപ്പായിട്ടൊരു 2 bedroom അപ്പാർട്ട്മെൻറ്റ് വിത്തിൻ 1 month ഇതിൻ്റെ ലീസിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടി. പിന്നെ പ്രശ്നം വന്നത് ഈ അപ്പാർട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ എനിക്ക് എമിറേറ്റ്സ് ഐ ഡി കിട്ടാൻ വേണ്ടി അപ്പോൾ നൊയമ്പിൻ്റെ സമയമായ കാരണം എമിറേറ്റ്സ് ഐ ഡി പിന്നെയും വൈകി. എമിറേറ്റ്സ് ഐ ഡി വൈകിയപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ ഓണറെ ചെന്ന് കണ്ട് സംസാരിച്ചു. സാധാരണ രീതിയിൽ ഒരു ലേഡി തന്നെ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു അവർ സമ്മതിക്കുമോ, 1 മാസത്തിൻ്റെ എനിക്കൊരു ഗ്യാപ്പ് തരുമോ. എനിക്ക് ചെക്ക് ബുക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും റെഡി ആയിട്ടില്ല. പക്ഷേ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. മാതാവ് സഞ്ചാരി മാതാവാന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. കാരണം ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും അതിന് മുമ്പ് അവിടെ കാര്യങ്ങളെല്ലാം റെഡിയായിരുന്നു. എനിക്കൊന്നും തന്നെ ചെയ്യേണ്ടി വരാറില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറല്ലേ, കുഴപ്പമില്ല, സ്പെഷ്യലിസ്റ്റ് അല്ലേ, നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള പേടിക്കൊന്നും വേണ്ട, ഡോക്ടർക്ക് എത്ര സമയം വേണമെങ്കിലും ഞങ്ങൾ തരാം, ഒന്നും ചെയ്യണ്ട, പേയ്മെൻ്റ് ഒന്നും ചെയ്യണ്ട, 2 മാസം കഴിഞ്ഞിട്ടാണ് എമിറേറ്റ്സ് ഐ ഡി കിട്ടണമെങ്കിൽ ആ സമയത്ത് ഡോക്ടർ ചെക്ക് സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് അതിൽ വരെ ഒരു അനുഗ്രഹം കിട്ടാനുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ മക്കളെ കൊണ്ടുവരാൻ എനിക്ക് അതിൻ്റെ സ്പോൺസർഷിപ്പിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സ്പോൺസർഷിപ്പ് കഴിഞ്ഞ് കുട്ടികളുടെ സ്കൂളിംഗ് ആയിരുന്നു അടുത്ത ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും കുട്ടികളുടെ അടുത്ത സ്കൂൾ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ക്ലിനിക്കിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എനിക്ക് അവിടെ ജനൽ തുറന്നു കഴിഞ്ഞാൽ കാണാവുന്ന ഒരു സ്കൂളിൽ ഇവർക്ക് 2 പേർക്കും അഡ്മിഷൻ കിട്ടി. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. ഒരു 500 meters ഡിസ്റ്റൻസിൽ, ഞങ്ങൾക്ക് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ മക്കൾ അവിടെ ജോയിൻ ചെയ്തപ്പോൾ ഇവർ CBSE സിലബസിലായിരുന്നു മൂത്ത മോൻ പഠിക്കുന്നുണ്ടായിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സ്കൂളിൽ അത് UK സിലബസാണ്. സിലബസ് ചേഞ്ച് ആയപ്പോൾ അവന് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് നല്ല രീതിയിലുള്ള പേടിയുണ്ടായിരുന്നു.
എന്നും ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കാണ്ട് മക്കളെ ഞാൻ സ്കൂളിൽ വിടാറില്ല. പ്രാർത്ഥിച്ച് സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാവ് എപ്പോഴും അവരെ കൂടെയുണ്ടെന്ന് എനിക്കറിയാം. കാരണം അവൻ എപ്പോഴും നല്ല രീതിയിലാണ് പഠിക്കുന്നത്. എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും നന്നായിട്ടാണ് അവൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയ മോൻ എനിക്ക് മാതാവ് തന്ന അനുഗ്രഹമാണ് ഈ മോൻ. എനിക്കൊരു 38-39 ഇയേഴ്സിൽ എനിക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായ സമയത്ത് മാതാവ് തന്ന മോനാണിത്. ഇവന് 4 വയസ്സായി ഞാൻ അവിടെ FS1 അതായത് pre-KG ജോയിൻ ചെയ്യിപ്പിച്ചു. ഇവിടെ ആകുമ്പോൾ സ്കൂളിൽ പോകാത്ത മകനാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ മാറി നിന്നുകൊണ്ടായിരിക്കാം അവൻ സ്കൂളിൽ ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല, എഴുതുന്നില്ല. അപ്പോൾ ടീച്ചേഴ്സ് മൂത്ത ആളോട് പറഞ്ഞു അവനൊന്നും എഴുതുന്നില്ല, സംസാരിക്കുന്നില്ല, അമ്മയോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK സിലബസിനൊരു പ്രത്യേകതയുണ്ട്. കുട്ടികൾ ശരിക്കും എഴുതുന്നില്ല, വായിക്കുന്നില്ലെങ്കിൽ അവരെ സ്പെഷ്യൽ ചൈൽഡ് എന്നായിട്ട് കാറ്റഗറൈസ് ചെയ്ത് പോകും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനത് ബ്രിങ്ങപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വന്ന മാതാവിൻ്റെ ഉപ്പിട്ട് ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും, എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, ഇവരെ നോക്കുന്ന ചേച്ചി, ഞങ്ങൾ രണ്ടുപേരും കൂടി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഇതുവരെ അവനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും എനിക്ക് കിട്ടിയിട്ടില്ല. നന്നായി സംസാരിക്കും, നന്നായി പഠിക്കും, രണ്ടുപേരും നന്നായിട്ടാണ് ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ദുബായിലായതുകൊണ്ട് ഞാൻ പിന്നെ വന്നത് ഡിസംബറിലായിരുന്നു. ആ നവംബറിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ സ്കാംസ് നടക്കുന്ന സമയമാണ്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ദുബായ് അങ്ങനെ ഒരു കൺട്രി ആണെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സാലറി വന്ന് കുറച്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ പാരൻസ് ദുബായിലുണ്ടായിരുന്നു. ഒരു ദിവസം എൻ്റെ അടുത്ത് ദുബായ് പോലീസിൽ നിന്നാണ് വെരിഫിക്കേഷനാണ്, നിങ്ങളുടെ എമിറേറ്റ്സ് ID ഇതല്ലേ എന്നൊക്കെ ചോദിച്ച് ഡീറ്റെയിൽസൊക്കെ അവരെല്ലാം എന്നോട് ഇങ്ങോട്ട് പറയുമായിരുന്നു. അപ്പോൾ എനിക്കൊന്നും സംശയം തോന്നിയില്ല. ഞാൻ എന്തോ ദൈവാനുഗ്രഹം കൊണ്ടോ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടോ എൻ്റെ അടുത്ത് OTP ചോദിച്ചു. OTP ചോദിച്ചപ്പോഴാണ് എനിക്ക് എന്തോ പെശകുണ്ട് എന്നുള്ളത് തോന്നിയത്. അപ്പോഴും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് തോന്നി വേണ്ട, ഞാനത് വെരിഫൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അപ്പുറത്ത് വേറെ ഒരു മൊബൈലിൽ നിന്ന് എൻ്റെ പേഴ്സണൽ ബാങ്കറെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ OTP ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും എനിക്ക് മെസ്സേജസ് വന്നു കഴിഞ്ഞു, പൈസ മുഴുവൻ വിഡ്രോൺ ആയി എൻ്റെ ബാങ്കിൽ നിന്ന് പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയണുണ്ടായിരുന്നില്ല. കാരണം ദുബായിൽ എനിക്ക് എവിടെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടതെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആ സമയത്താണ് എനിക്ക് അപ്പോൾ എൻ്റെ ബാങ്കർ പറഞ്ഞു സാധാരണ രീതിയിൽ പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ തീരെ സാധ്യതയില്ല, അത് പോയതായിട്ട് തന്നെ ഡോക്ടർ കണക്കാക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നാലും പറഞ്ഞു വേണ്ട, നമുക്കൊന്ന് ബാങ്കിൽ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബാങ്കിൽ പോയി. അതിന് തൊട്ട് മുമ്പ് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു 10 ദിർഹത്തിൻ്റെ അങ്ങോട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കാശ് രൂപ മുറുകെ പിടിച്ചിട്ടാണ്, കരഞ്ഞ് കാശ് രൂപം പിടിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലണത്. ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ യു ആർ റിയലി ലക്കി, ദൈവമാണ് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു സൈബർ ക്രൈം നടന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ ചാൻസ് ദറ്റ് യു ക്യാൻ ഗെറ്റ് ദ മണി ബാക്ക്. 1 രൂപ പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. 1 രൂപ എന്ന് പറഞ്ഞ് എനിക്കത് വിശ്വസിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. കാരണം എന്നെപ്പോലെ ഒരു ലേഡി ദുബായിൽ ഒറ്റയ്ക്ക് ഈ വക കാര്യങ്ങൾ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെ പലർക്കും ഈ സംഭവം അറിയില്ല, വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. കാരണം ഇതിപ്പോൾ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ദുബായിൽ ഇത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. പിന്നത്തെ എൻ്റെ സാക്ഷി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോന് മൂക്കിൽ ദശ വളരുന്നുണ്ടോയെന്നൊരു സംശയം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇവാലുവേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു സർജറി വേണ്ടി വരുന്നൊരു സംശയം ഉണ്ടായിരുന്നു. അഡിനോയിഡ്സ് എന്ന് പറയുന്നത് മൂക്കിലൊരു ദശ വളരുന്നതാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ ഇപ്രാവശ്യം വെക്കേഷന് വന്ന് അവൻ്റെ ഇവാലുവേറ്റ് ചെയ്തു, കുഴപ്പമില്ല, ഒരു മൂക്കിലെ പാലത്തിന് തെന്നൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഞാൻ എന്നും സ്ഥിരമായിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. മൂക്കിൽ അലർജി ഉണ്ട്, എന്നാലും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് തീർന്നു. ഇത് ഈ മകനും അതെ, കഴുത്തിൽ 2-3 കഴലകൾ വന്നായിരുന്നു. അപ്പോൾ ആസ് എ ഡോക്ടർ ആകുമ്പോൾ എല്ലാം സംശയങ്ങളാണ്, അതാവോ ഇതാവോ എന്നുള്ള സംശയങ്ങളാണ്. വീട്ടിലെല്ലാവരും ഡോക്ടേഴ്സാണ്, അപ്പോൾ കൂടുതൽ സംശയമായി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ചേച്ചി ഞാനും സ്ഥിരമായിട്ട് എണ്ണയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അവന് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി. അത് മാതാവ് തന്ന്, ഞങ്ങളപ്പോൾ എപ്പോഴും പറയും മാതാവ് തന്ന എൻ്റെ ഗിഫ്റ്റാണ് ഈ മോൻ, അപ്പോൾ അവൻ്റെ മാതാവ് കാത്തോളെന്ന് ഞങ്ങൾക്ക് ഉറച്ചായ വിശ്വാസമുണ്ട്. ഞാൻ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി, എല്ലാം നോർമലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ സംശയിക്കുന്ന രീതിയിൽ ഒന്നുമില്ല, അതൊരു ഡാൻഡ്രഫ്, അതായത് താരൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം മാത്രമാണ്, അതിന് ടെൻഷൻ അടിക്കേണ്ടെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേറെയും കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സാക്ഷ്യം പറയാൻ വേണ്ടി എൻ്റെ അപ്പനെയും അമ്മേനെയും ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ അവർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ അടുത്ത സാക്ഷ്യം പറയുന്നതായിരിക്കും.
പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കിതൊക്കെയാണ് അനുഭവങ്ങൾ ഉണ്ടായിട്ട്. എനിക്ക് കുറേ വർഷങ്ങളായിട്ട് മാതാവിൻ്റെ അനുഭവങ്ങളുള്ളതാണ്. എൻ്റെ ക്ലിനിക്കിലെ OP-യിൽ മാതാവിൻ്റെ രൂപമുണ്ട്. അവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് നോക്കൂ, ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് നോക്കൂന്ന്. ഞാനിപ്പോൾ വരണേന് മുമ്പ് എൻ്റെ 2 പേഷ്യൻസ് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, മാഡം ഞങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്, മാഡം പ്രാർത്ഥിക്കണം. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ ഇടാൻ പറഞ്ഞ 2 പേഷ്യൻസ് ആയിരുന്നു അവർ. എനിക്ക് അതിൽ പരം സന്തോഷമൊന്നുമില്ല. കാരണം ഞാൻ ഒട്ടും വിചാരിക്കാതെ അവരും നമ്മളിലേക്ക്, കാരണം ഞങ്ങൾക്ക് അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എല്ലാം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പേഷ്യൻസിൻ്റെ അടുത്താണ് കൂടുതലായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനൊരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും സഹായിക്കാറുണ്ട്. പിന്നെ കുട്ടികളെ പഠിപ്പിക്കാനാണെങ്കിലും ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഇതുവരെയുള്ളതിൽ എനിക്ക് എപ്പോഴും മാതാവ് എപ്പോഴും കാവലായിട്ട് നിന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും മക്കളും മാത്രമേ ഉള്ളൂവെങ്കിലും അവിടെ എല്ലാ കാര്യങ്ങൾക്കും മാതാവ് മുന്നിട്ട് നിൽക്കും. എനിക്ക് പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങൾ വരും, പക്ഷേ അത് എങ്ങനെയൊക്കെ മാറിപ്പോണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മാതാവിനും ഈശോയ്ക്കും തിരുക്കുമാരനും 1000 അനുഗ്രഹം ലഭിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അമൃത മെറിൻ ബൈജു. എറണാകുളം പനങ്കാട് സെൻറ്റ് ആൻ്റണീസ് ഇടവക അംഗമാണ്. കൃപാസന മാതാവുമായിട്ടുള്ള എൻ്റെ സഹയാത്ര ആരംഭിച്ചിട്ട് ഏകദേശം 8 വർഷമായി. കൃപാസനം എന്താണെന്നോ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട കഥയോ ഒന്നും അറിയാതെയാണ് ഞാൻ അമ്മയുമായിട്ടുള്ള യാത്ര ആരംഭിക്കുന്നത്. അതിന് കാരണം അമ്മയുടെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അമ്മ കൃപാസനത്തിലെ നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പ്, കാശിരൂപം, തേൻ, തൈലം, നീലത്തിരി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ നേർച്ച വസ്തുക്കൾ കൈമാറുന്നതിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് എനിക്കും ആ നേർച്ച വസ്തുക്കൾ ലഭിച്ചത്. കാലത്തെ ആണെങ്കിലും എത്രയും തേളം മാതാവേ അല്ലെങ്കിൽ കരുണക്കന്ത ചൊല്ലുന്ന കൂട്ടത്തിൽ ചൊല്ലുന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ തന്നെയായിരുന്നു വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം നടക്കുന്നത് എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിലായിരുന്നു. ഡിഗ്രി എക്സാമിന് പോകുമ്പോഴാണെങ്കിലും കാലത്തെ മമ്മീനെ കൊണ്ട് തൈലം നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കോളേജിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സിൽ ഫസ്റ്റ് റാങ്കോട് കൂടി BCom ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ പാസ്സാവാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ CAക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. 2020 അതായത് കൊറോണ കാലഘട്ടത്തിലാണ് ഞാൻ CAക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തു. കോച്ചിങ്ങൊക്കെ ഭംഗിയായിട്ട് പോയി. ഇതിൻ്റെ BCom കഴിഞ്ഞ് വരുന്ന പിള്ളേരെ ഡയറക്ടർ എൻട്രി എന്നാണ് പറയുന്നത്. അവർക്ക് എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം. അതിൽ 9 മാസത്തെ ആർട്ടിക്കിൾഷിപ്പ് ആദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇൻ്റർമീഡിയറ്റ് എന്നുള്ള എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇൻ്റർമീഡിയറ്റ് 2 ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് 1 ഉണ്ട്, ഗ്രൂപ്പ് 2 ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഏത് എക്സാം എഴുതണമെങ്കിലും 9 മാസത്തെ ആർട്ടിക്കിൾഷിപ്പ് മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു CA ഫേമിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ എൻ്റെ കൂടെ ഓൺലൈനിൽ കോച്ചിങ്ങിനുണ്ടായിരുന്ന പിള്ളേർ പറഞ്ഞത് BCom കഴിഞ്ഞ് വരുന്ന പിള്ളേരൊന്നും CA ഫേം എടുക്കുന്നില്ല, കാര്യം അവർ ഉഴപ്പായിരിക്കും, ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകും, അതുകൊണ്ട് ഫേമുകളൊന്നും എടുക്കുന്നില്ല എന്നാണ് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ആളുടെ സിസ്റ്റർ ഒരു CA ഫേമിൽ CS-ന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്, അപ്പോൾ അവിടെ വേണമെങ്കിൽ ചോദിച്ചു നോക്കുന്നവർ എനിക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് തന്നു. ഞാനവിടെ വിളിച്ചപ്പോൾ അവർ എന്നോട് എൻ്റെ CV അയക്കാൻ പറഞ്ഞു, എന്നെ ഇൻ്റർവ്യൂവിന് വരാനും പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത സാർ എന്നോട് പറഞ്ഞത് BComകാർ ഞങ്ങൾ എടുക്കില്ല, എൻ്റർടൈൻ ചെയ്യില്ല, കാര്യം അവരിടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോകും, വെറുതെ ഉഴപ്പായിരിക്കും, വെറുതെ ഞങ്ങളുടെ സമയം നിങ്ങളുടെ സമയം പോകും, അതുകൊണ്ട് വരണ്ടെന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് മമ്മീനെ കൊണ്ട് തൈലം എൻ്റെ നെറ്റിയിൽ കുരിശ് വരപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാതാവിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഫ്രെയിം എൻ്റെ ബാഗിൽ എടുത്തിട്ടാണ് ഞാൻ പോയത്. ഇൻ്റർവ്യൂവിന് ചോദിച്ച ചോദ്യങ്ങളൊന്നും എനിക്ക് അധികം ഉത്തരം പറയാൻ പറ്റിയില്ല. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് മമ്മിനോട് പറഞ്ഞത് തന്നെ അവിടെ കിട്ടിയില്ല, നമുക്ക് വേറെ ഫേം നോക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസം വൈകിട്ടായപ്പോൾ എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു, ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ മെസ്സേജാണ് വന്നത്. അത് ഞാൻ ആ CA ഫേമിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ വേറെ ടീമിലുണ്ടായിരുന്നു. എൻ്റെ ടീമിൽ ഞാൻ മാത്രമേ ഡയറക്ടർ എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 5 ടീമിലും ഓരോ ഡയറക്ടർ എൻട്രി പിള്ളേർ വെച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഞ്ചിരിക്കുന്ന സമയത്ത് ആ പിള്ളേർ എന്നോട് ചോദിച്ചു ആര് റെക്കമെൻഡ് ചെയ്തിട്ട് ഇവിടെ കിട്ടിയത്. അവരെയൊക്കെ ഓരോരുത്തർ പള്ളിയിലെ അച്ഛന്മാരോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഈ ഫേമിൽ കിട്ടിയത്. അമൃതൻ ആരെ റെക്കമെൻഡ് ചെയ്തതെന്ന് ചോദിച്ചു. എന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് ആരും ഇല്ല. അപ്പോൾ എനിക്കത് മനസ്സിലായി മാതാവാണ് എന്നെ റെക്കമെൻഡ് ചെയ്തതെന്നുള്ളത്.
അതിനുശേഷം അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി. ആദ്യത്തെ വർഷം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. BCom കഴിഞ്ഞ് വന്നതിൻ്റെ പേരിലുള്ള കുറച്ച് ഇൻസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതിനുശേഷം ഞാൻ മെയ് 2022 എൻ്റെ ഗ്രൂപ്പ് 1 എക്സാമിന് പ്രിപ്പയർ ചെയ്തു. എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് കോസ്റ്റിംഗ് എന്നുള്ള വിഷയം നല്ല പാടായിരുന്നു. പഠിക്കുന്ന സമയത്ത് പാടായിരുന്നു. റിവിഷൻ പ്രോപ്പറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. BComന് കോസ്റ്റിംഗ് പഠിച്ചൊരു ധൈര്യത്തിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ആ ലെവലിലൊന്നും അല്ല CAക്ക് ഉള്ളത്. ബുക്ക് എടുത്ത് പഠിക്കാൻ പറ്റിയില്ല. ഞാൻ കരഞ്ഞുകൊണ്ട് മമ്മിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മമ്മി പഠിക്കൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് കുറച്ച് പാട്, എനിക്കൊന്നും റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ ബുക്ക് മാതാവിൻ്റെ മുമ്പിൽ 3 ദിവസം ആ ബുക്കോടെ ഞാൻ വെച്ചിട്ട് പോയി. പിന്നെ ഞാൻ പിറ്റേ ദിവസം 4ാമത്തെ ദിവസം അതിനെടുത്ത് പഠിക്കാൻ തുടങ്ങി. പഠിച്ചു, എക്സാം എഴുതി, പാടായിരുന്നു. അതുകൊണ്ട് തോക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ CAക്ക് പഠിക്കാനായിട്ട് തോന്നിയില്ല. ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ജൂണൊക്കെ ആയപ്പോൾ ഞാൻ MComന് അപ്ലൈ ചെയ്തു. MComന് അഡ്മിഷൻ കിട്ടി. ഫീസ് അടച്ച് ജോയിൻ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. ജൂലൈ ഒക്കെ ആയപ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കോസ്റ്റിംഗ് എന്നുള്ള വിഷയത്തിന് 90 മാർക്കുണ്ട്. അപ്പോൾ എനിക്കെന്ന് മനസ്സിലായി 90 മാർക്ക് എന്നുള്ളത് 90 ദിവസം എന്നുള്ളതിൻ്റെ അർത്ഥമാണെന്നുള്ളത്. അപ്പോൾ ഈ റിസൾട്ട് വരുന്നതിന് 2-3 ഡേയ്സ് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. എൻ്റെ ചേച്ചി അതിനു മുമ്പ് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ അന്ന് ഫാമിലിയിൽ നിന്ന് ഒരാൾക്ക് മാത്രം ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. 4 പേര് വന്നു. 24 നിയോഗങ്ങളായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഒരാൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സിസ്റ്ററാണ് ആദ്യം ഉടമ്പടി എടുത്തത്. അതിനുശേഷം ജൂലൈയിൽ ഈ റിസൾട്ട് വരുന്നതിന് കുറച്ച് ദിവസം മുമ്പാണ് ഞാനായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. റിസൾട്ട് വന്നു, എനിക്കത് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഓഫീസിൽ നല്ലപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വർക്കിൻ്റെ പ്രശ്നമല്ല, അല്ലാത്ത രീതിയിലുള്ള കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഗ്രൂപ്പ് 2 ഞാൻ മെയ് 2023 എഴുതി. അതിലും ഓഡിറ്റിങ്ങും അതുപോലെ EIS SM എന്ന് പറഞ്ഞ പേപ്പർ എനിക്ക് നല്ല പാടായിരുന്നു. ഓഡിറ്റിംഗ് എക്സാമിന് ഇരിക്കുമ്പോൾ ഞാൻ ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ആ ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യം വന്നായിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ പേജ് എൻ്റെ മനസ്സിലോട്ട് തെളിഞ്ഞാൽ വന്നത്. ആ പേജ് ഏതാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഞാൻ എക്സാം എഴുതി തിരിച്ചു വന്ന് വണ്ടിയിൽ കയറിയിട്ട് ആ ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന ആ പേജസൊക്കെ തന്നെയാണ് ബുക്കിലുള്ളത്. സെയിം പേജ്, സെയിം സൈഡ്, എല്ലാം. എനിക്ക് കറക്റ്റ് ആൻസർ അവിടെ എഴുതാൻ പറ്റി. അതുപോലെ തന്നെ SM എന്നുള്ള പേപ്പർ എനിക്ക് നല്ല പാടായിരുന്നു. തോക്കും എന്ന് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത്. ഒരു പേപ്പറിന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രൂപ്പ് ഒന്നും കൂടി എഴുതേണ്ടി വരും. ബാക്കി 3 പേപ്പർ പാസ്സായിട്ടും കാര്യമില്ല. ഒരു പേപ്പർ പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഒന്നും കൂടി എഴുതേണ്ടി വരും. അങ്ങനെ അന്ന് SMൻ്റെ എക്സാം എനിക്ക് നല്ല പാടായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ കരച്ചിലായിരുന്നു. ബൈബിളിലൊരു വാക്യം ഞാൻ എപ്പോഴും പറഞ്ഞു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി പറയും, എൻ്റെ ബുദ്ധിക്ക് അധീനമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സാം ഹാളിൽ നിന്നിട്ട് വിളിച്ചിട്ട് എന്താണ് എൻ്റെ വിളി കേൾക്കാഞ്ഞതെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു. അന്ന് രാത്രി മാതാവായിട്ട് നല്ല വഴക്കൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസത്തെ എക്സാമിനോട് എന്നാലും ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ പേപ്പറിന് 52 മാർക്ക് ഉണ്ട്. ഞാൻ ജയിക്കാനായിട്ട് 40 മാർക്ക് വേണം, പക്ഷെ എനിക്ക് 52 മാർക്ക് ഉണ്ടായിരുന്നു. മാതാവിനെ അങ്ങനെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഈ 3 വർഷത്തെ CA ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റായി, മെയിൽ കംപ്ലീറ്റായി. അതിനുശേഷം SPOM എന്ന് പറഞ്ഞ 2 ഓൺലൈൻ മൊഡ്യൂൾ എഴുതിയതിന് ശേഷം മാത്രമേ നമുക്ക് CA ഫൈനൽ എഴുതാൻ പറ്റുള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. പക്ഷേ ഈ ഓൺലൈൻ മൊഡ്യൂളിൽ സ്ലോട്ട് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ മെയിൽ 30-ാം തീയതിയാണ് എൻ്റെ ആർട്ടിക്കിൾഷിപ്പ് കഴിയുന്നത്. എനിക്ക് ജൂൺ 12-ാം തീയതിയിലേക്ക് ഒരു ഓൺലൈൻ മൊഡ്യൂൾ എഴുതാനുള്ള സ്ലോട്ടും കിട്ടി. ജൂലൈ 2-ാം തീയതിയിലേക്ക് 2ാമത്തെ ഓൺലൈൻ മൊഡ്യൂൾ എഴുതാനുള്ള സ്ലോട്ടും കിട്ടി. എൻ്റെ മുമ്പ് ഞാൻ മെയിൽ ഇറങ്ങുമ്പോൾ ഫെബ്രുവരി മാസം ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞിറങ്ങിയ പിള്ളേർക്ക് ജൂലൈയിലാണ് സ്ലോട്ട് കിട്ടിയത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അമൃതയ്ക്ക് എങ്ങനെയാണ് ഇത്രയും നേരത്തെ സ്ലോട്ട് കിട്ടിയത് എക്സാം എഴുതാനെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ കിട്ടിയത്. കാര്യം എനിക്ക് മുമ്പേ പോയവരാണ് അവരൊക്കെ. പക്ഷേ എനിക്കാണ് ജൂണിൽ എഴുതാനുള്ള സ്ലോട്ട് കിട്ടിയത്. കാര്യം എത്രയും നേരത്തെ നമ്മൾ ആ ഓൺലൈൻ മൊഡ്യൂൾ എഴുതുന്നു അത്രയും നേരത്തെ നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റും. കാര്യം ഞാൻ ഫൈനലിൽ ഗ്രൂപ്പ് 1-ൻ്റെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ എക്സാമൊക്കെ എഴുതിയിട്ട് വേണമായിരുന്നു അറ്റൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ആ എക്സാമിന് വേണ്ടി പോകാനായിട്ട് പ്രിപ്പറേഷനൊക്കെ ചെയ്തു. പക്ഷേ അന്ന് ബുധനാഴ്ച ആയിരുന്നു. ബുധനാഴ്ച രാത്രി ആയപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദന വന്നു. എന്താണെന്ന് എനിക്കറിയില്ല, ടെൻഷൻ്റെ ആണോ എന്തിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് വയറുവേദന, വയർ അപ്സെറ്റായി, വോമിറ്റിങ്. രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. രാത്രി മമ്മി എനിക്ക് കൊണ്ടുവന്നിട്ട് എനിക്ക് വയറിനടുത്ത് ഭയങ്കര സിവിയറായിട്ടുള്ള പെയിനായിരുന്നു. മമ്മി തൈലം കൊണ്ടുവന്ന് പുരട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വേദന എവിടെ പോയെന്ന് അറിയില്ല, അത് പോയി. പക്ഷേ എനിക്ക് സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ മാതാവിനപ്പം തന്നെ
മാതാവായിട്ട് വഴക്കിടും. കാര്യം മാതാവ് എന്തിനിപ്പോൾ എന്നെ ഇങ്ങോട്ട് ചെയ്തത്, ഞാൻ പ്രാർത്ഥിച്ചതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നോട് ഇങ്ങനെ ചെയ്തതെന്നുള്ളത്. പക്ഷെ അന്ന് എനിക്ക് മാതാവിനോട് നന്ദിയാണ് പറയാൻ തോന്നി. ഞാൻ മാതാവിനോട് പറഞ്ഞത് അപ്പോൾ എക്സാമിന് എന്തായാലും മാതാവ് വരുമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ പോയത്. ഭക്ഷണമൊന്നും കഴിച്ചില്ല, കാര്യം കഴിക്കുന്ന ഫുഡ് ഫുൾ ഞാൻ വോമിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ എക്സാം എഴുതി. അന്ന് തന്നെ റിസൾട്ട് കാണാൻ പറ്റും. എനിക്കതിന് 82 മാർക്ക് കിട്ടി ആ ഓൺലൈൻ മൊഡ്യൂൾ എഴുതിയതിന്. അതിനുശേഷം വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ടെസ്റ്റിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു ദിവസം മാത്രമേ ആ അസുഖം ഉണ്ടായുള്ളൂ. ടെസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം ഇത് യൂറിനറി ഇൻഫെക്ഷൻ ആണെന്നാണ് കണ്ടത്. പക്ഷെ അതും ഇതും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ആ അസ്വസ്ഥത പിന്നീട് വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഓൺലൈൻ മൊഡ്യൂൾ എഴുതി. അതും ഭംഗിയായിട്ട് തന്നെ പാസ്സായി. ഗ്രൂപ്പ് 1 എഴുതി, അത് ഡിസംബറിൽ പാസ്സായി. ഗ്രൂപ്പ് 2 എഴുതി. ഗ്രൂപ്പ് 2 എഴുതുന്ന സമയത്താണെങ്കിൽ തന്നെ ആദ്യത്തെ എക്സാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു എക്സാം സെൻറ്റർ കിട്ടണമെന്നാണ് പ്രാർത്ഥിച്ചത്. എൻ്റെ ബർത്ത്ഡേ മെയ്യിലാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എക്സാമും മെയ്യിലാണ്, മാതാവിൻ്റെ മാസവും മെയ് തന്നെയാണ്. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ എക്സാം നല്ലതാക്കി തന്നെയെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എക്സാം സെൻറ്റർ അടുത്തുള്ളൊരു എക്സാം സെൻറ്ററിനെ കിട്ടി. ഞാൻ ആഗ്രഹിച്ച എക്സാം സെൻറ്ററിന് എനിക്ക് കിട്ടി. പോകാനുള്ള ദൂരം അല്ലെങ്കിൽ മൂവാറ്റുപുഴയൊക്കെ വരുമ്പോൾ എക്സാം സെൻറ്റർ കിട്ടാറുണ്ട്. എൻ്റെ വീട് പനങ്ങാടാണ്. അപ്പോൾ അത്രയും ദൂരെ ട്രാവൽ ചെയ്ത് വരൽ നടക്കില്ല. കാര്യം ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് എക്സാം. അപ്പോൾ അതിന് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് സമയം കുറേ പോകുന്നതുകൊണ്ട് അടുത്തൊരു എക്സാം സെൻറ്റർ കിട്ടാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് അടുത്തൊരു എക്സാം സെൻറ്റർ കിട്ടി. ആദ്യത്തെ എക്സാം ഡയറക്റ്റ് ടാക്സ് ആയിരുന്നു. എനിക്ക് പൊതുവേ പേപ്പർ പാടായിരുന്നു. എനിക്ക് സമയത്തിനുള്ള പേപ്പർ എഴുതി തീർക്കാൻ പറ്റിയില്ല. കരയില്ലാന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയെങ്കിലും രാത്രി ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് ആകെ വിഷമവും. ഞാൻ ഇരുന്ന് കരഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ സ്റ്റഡി ലീവാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എക്സാം ഉള്ളത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയെങ്കിലും ഞാൻ വായിക്കേണ്ടത് തന്നെ ഞാൻ പിന്നെ വായിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാൻ പറ്റുന്നില്ല. എനിക്ക് ആകെ വിഷമമായി. അങ്ങനെ ഞാൻ പിന്നെ പഠിക്കണില്ലാന്ന് വെച്ചു. കാര്യം ഈ വായിച്ചതിനെ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചിട്ട് കിടക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. ബൈബിൾ വായിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവി ഒരു ദിവസം കൊണ്ട് ഞാൻ എന്താ പഠിക്കേണ്ടത്, എന്ത് പഠിച്ചിട്ട് എൻ്റെ തലയിലോട്ട് കയറണില്ല, ഞാൻ പഠിച്ചതന്നെ അല്ലെങ്കിൽ വായിച്ചതിനെ പിന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് ബൈബിൾ വായിച്ചിട്ട് ഞാൻ കിടന്നു. പിറ്റേ ദിവസം കാലത്ത് 4:30 ആയപ്പോൾ ഞാൻ തന്നെത്താനെ എണീറ്റ പാടെ ഞാൻ ഫോണിൽ ക്ലാസ്സാണ് കണ്ടത്. മാരത്തോൺ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഞാൻ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ മാരത്തോൺ വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 4:30 ആയപ്പോൾ 5 മണിയായപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇനി ബ്രഷൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് മര്യാദക്ക് പഠിക്കാനിരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്തതാണ്. അതിൽ എനിക്ക് കുറേ മെസ്സേജ് ഒന്ന് കിടക്കുകയാണ്. നോക്കുമ്പോൾ ഒരു PDF ഫയലാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടത് ICAയുടെ അനൗൺസ്മെൻ്റ് ആയിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കാരണം എക്സാം പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സർക്കുലർ വന്നിരുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ അത് വിശ്വസിച്ചില്ല. കാര്യം ഇത് ഫേക്ക് ആയിരിക്കും എന്ന് ഞാൻ കരുതി. അതിനുശേഷം ICAയുടെ BOS പോർട്ടലിൽ പോയിട്ട് സർക്കുലർ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഞാൻ കണ്ടു എക്സാം പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞത് അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് മാതാവിനോട് ചോദിച്ചതാണ്, മാതാവ് ഒരു ദിവസം കൊണ്ട് ഞാൻ എന്താ പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കും. ഒരു ദിവസമേ ഉള്ളൂ എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. പക്ഷെ എന്നാലും ആദ്യത്തെ എക്സാം മോശമായതുകൊണ്ട് എനിക്ക് ആകെ ടെൻഷൻ, എനിക്ക് ആകെ വിഷമമായി. പക്ഷേ എനിക്ക് മാതാവ് ആ പേപ്പർ പ്രിപ്പയർ ചെയ്യാനായിട്ട് 7 ദിവസം നീട്ടിത്തന്നു. 9-ാം തീയതി കാലത്തെയാണ് എക്സാം പോസ്റ്റ്പോൺ ചെയ്യണ സർക്കുലർ വരുന്നത്. പക്ഷെ 10-ാം തീയതി വൈകിട്ടായപ്പോൾ അവർ എക്സാം റീഷെഡ്യൂൾ ചെയ്തു, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. 16-ാം തീയതിയിലോട്ടും 18-ാം തീയതിയിലോട്ടും അങ്ങനെ 2 ഡേറ്റിലോട്ട് എന്തോ ആണ് മാറ്റിയത്. അങ്ങനെ ആ പേപ്പർ എനിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അതിനെനിക്ക് 81 മാർക്ക് ലഭിച്ചു. അതിനുശേഷം 3-ാമത്തെ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ബുക്ക് പോലത്തെ ഒരു എക്സാമാണ്. അതായത് CA ഫൈനലിലെ 7 സബ്ജക്റ്റിൻ്റെ ബുക്ക് നമുക്ക് കൊണ്ടുപോയിട്ട് നോക്കി എഴുതാം. പക്ഷേ ആൻസേഴ്സ് എവിടെയാണെന്ന് നമുക്കറിയില്ല. അത് ഇൻഡയറക്റ്റ്ലി ആയിരിക്കും ക്വസ്റ്റ്യൻസ്. MCQ ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളതായിരിക്കും. പക്ഷേ ആ കറക്റ്റ് ആൻസേഴ്സ് എവിടെയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് കണ്ടുപിടിച്ച് മാതാവ് തന്നു. ഞാൻ മാതാവിനോടും പിതാവിനോടും പ്രാർത്ഥിച്ച് ഇങ്ങനെയാണ്, പിതാവേ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ, ഇന്ന് ഈ നിമിഷം വെളിപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം ഏത് സബ്ജക്റ്റാണെന്ന് അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി, ഏത് പേജിലാണ് ആൻസർ കിടക്കണതെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഒരിക്കലും നമുക്ക് എക്സാക്റ്റ് ആൻസർ കിട്ടില്ല, പക്ഷേ ഏകദേശം ഒരു ഐഡിയ ആ പേജിൽ നിന്ന് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് നമ്മൾ എഴുതണം. അങ്ങനെ ആ എക്സാം ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ജൂലൈ 6-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഒരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി. പിന്നെ പ്രേക്ഷക പ്രവർത്തനമായിട്ട് ചെയ്തത് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ പള്ളികളിലും പിന്നെ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ആരെങ്കിലും കാണുകയാണെങ്കിൽ ബസ് സ്റ്റോപ്പിലൊക്കെ ആരെങ്കിലും കാണുകയാണെങ്കിൽ കൊടുക്കും.
പിന്നെ ഞങ്ങൾക്ക് പള്ളിയുടെ അടുത്ത് തന്നെ, പള്ളിയുടെ അതിനൊരു പാലിയേറ്റീവ് കെയർ ഉണ്ട്. അവിടെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക മാത്രമല്ല, ഞാനും എൻ്റെ അനിയത്തിയും കൂടി പോയി അവർക്കത് ഫുഡ് വാരി കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ രോഗികളായിട്ട് വരുന്നവർക്ക് കാശ് കൊടുത്ത് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാലത്തെ കൂടും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ രാത്രി മാതാവിനോട് എന്താണോ സംസാരിക്കുന്നത് ആ കാര്യം തന്നെയായിരിക്കും അച്ഛൻ കാലത്തെ ഡെയിലി ബ്രെഡിൽ പറയുന്നത്. അതുപോലെ തന്നെ ധ്യാനം കൂടുമ്പോഴാണെങ്കിലും അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ച കൂടി അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ എനർജി ഡൗൺ ആയിട്ടുണ്ടാകും. അത് റീചാർജ് ചെയ്യാനായിട്ടാണ് ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. ആ ഒരു ആഴ്ച എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ അച്ഛൻ ആ ധ്യാനത്തിലൂടെ പറയുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം കൂടും, അതിൻ്റെ ലിങ്ക് ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്യും, ഡെയിലി ബ്രെഡിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും, വചനങ്ങൾ ഷെയർ ചെയ്യും. ഇതൊക്കെ ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവർ കാണട്ടെ, എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയത് മാതാവ് വഴിയാണെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. കുറേ പേര് കളിയാക്കിയിട്ടുണ്ട്, ഈ ജനറേഷനിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ, ഓഫീസിലാണെങ്കിൽ ഞാൻ മാതാവാണ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് എന്നോട് പറഞ്ഞത് ഞാൻ പിള്ളേരെ വഴിതെറ്റിക്കുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് പേഴ്സണലി മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ചിലവർ എന്നോട് പോസിറ്റീവായിട്ട് പറയും ഈ വചനം നല്ലതാണ്, ഇന്ന് വചനം കണ്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കും എന്താ വചനം ഷെയർ ചെയ്യാൻ എന്നുള്ളത്. അങ്ങനെ എൻ്റെ പിന്നെ 30 മിനിറ്റ്